തിരികെ ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കൊക്കെ പോകണം. നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്കൊക്കെ മുന്നണികൾ കടക്കുകയാണ്. അതിൽ തന്നെ UDF-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സീറ്റ് വിഭജനവും ഒക്കെ നടക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ മൂന്നാം സീറ്റ് വേണമെന്ന, അധിക സീറ്റ് വേണമെന്ന അവരുടെ നിലപാട് UDF-ന് വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. മൂന്നാം സീറ്റ് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. സീറ്റിന് അർഹതയുണ്ട് എന്നൊക്കെ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. അതായത് ലീഗിന് മൂന്നാം സീറ്റിന് അർഹതയുണ്ട്, പക്ഷേ പ്രായോഗികത എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. ആ പ്രായോഗികതയുടെ പേരിൽ മൂന്നാം സീറ്റ് ലീഗിന് നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. അത് ലീഗിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മറുവശത്ത് ലീഗാകട്ടെ ഇത്തവണ എന്തു പറഞ്ഞാലും കോൺഗ്രസിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല. സീറ്റ് വേണം, അധിക സീറ്റ് വേണം എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. മലപ്പുറത്ത് ലീഗിൻ്റെ ഒരു തന്ത്രങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവർ സമ്മർദ്ദം ചെലുത്തുന്നത് നമുക്ക് നോക്കാം. സ്വാലി, ഗുഡ് മോർണിംഗ്. സ്വാലി, അതായത് മൂന്നാം സീറ്റ് എന്ന നിലപാടിൽ മുസ്ലിം ലീഗ് ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലേതുപോലെയല്ല, ഇത്തവണ എന്തു വന്നാലും സീറ്റ് വേണം, കോൺഗ്രസിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പിന്തിരിയില്ല എന്ന നിലപാടിലേക്കാണോ അവർ എത്തിയിരിക്കുന്നത്? മനു, തീർച്ചയായും നേരത്തെ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയുണ്ടായി. നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് പോലെയല്ല, ഇപ്പോഴത് വേണം എന്ന് വിചാരിച്ച് തന്നെയാണ് ചർച്ചകളിലേക്ക് പോകുന്നത് എന്ന്, ബജറ്റിന് ശേഷം കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കും എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി നേരത്തെ പറഞ്ഞിരുന്നു. ഇത് അനുസരിച്ച് ഇന്നലെ നടന്ന UDF യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. വലിയ തർക്കം UDF-നകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള കോൺഗ്രസുമായെല്ലാം ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് UDF കടക്കും. അതുകൊണ്ട് തന്നെ ഒരു ഉഭയകക്ഷി ചർച്ചയിൽ, കോൺഗ്രസുമായുള്ള നേരിട്ടുള്ള ചർച്ചയിൽ ധാരണയാക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. നിലവിൽ മുസ്ലിം ലീഗിന് 2 സീറ്റുകളുള്ളത്. രണ്ടും മലപ്പുറം ജില്ലയിലാണ്. ഒന്ന് പൊന്നാനിയും മലപ്പുറവും. മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടുന്ന 3 നിയമസഭാ മണ്ഡലങ്ങൾ, വണ്ടൂർ, ഏറനാട്, നിലമ്പൂർ, ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലമാണ് മുസ്ലിം ലീഗ് പ്രധാനമായി ആവശ്യപ്പെടുന്നത്. ഇത് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ മത്സരിക്കാൻ വരികയാണെങ്കിൽ വയനാട് വേണ്ട, പകരം വടകരയോ അതല്ലെങ്കിൽ കാസർഗോഡോ മുസ്ലിം ലീഗിന് നൽകേണ്ടി വരും. ഈ 2 മണ്ഡലങ്ങളും മുസ്ലിം ലീഗിന് സംഘടനാ സംവിധാനം ശക്തമായുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ മണ്ഡലങ്ങൾ ആവശ്യപ്പെടുന്നത്. നിലവിൽ 4 മണ്ഡലങ്ങൾക്ക് വരെ മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്നാണ് നേതാക്കൾ പറയുന്നത്. അത് കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിലവിൽ മുസ്ലിം ലീഗിന് ഉത്തരേന്ത്യയിൽ ഒരു സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ബംഗാളിൽ ഒരു സീറ്റ് മുസ്ലിം ലീഗ് മത്സരിച്ചേക്കുമെന്ന ഒരു സൂചനയുണ്ട്. കേരളത്തിന് പുറത്ത് രാമനാഥപുരത്താണ് മുസ്ലിം ലീഗിന് പാർലമെന്റ് അംഗമുള്ളത്. തമിഴ്നാട്ടിൽ അത് ഇത്തവണയും ഉണ്ടാവും. അധിക സീറ്റ് കേരളത്തിൽ വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. അത് കാലങ്ങളായുള്ള ആവശ്യമാണ്. ഇത് പരിഗണിക്കണം. അതിനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് ശക്തമായി വരും. പ്രത്യേകിച്ച് UDF ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കലങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെടേണ്ട ഒരു സാഹചര്യം UDF-ന് തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരി, വ്യക്തമാണ് സ്വാലി. അത് തന്നെയാണ് അതിന്റെ ഒരു സാഹചര്യം. ഏതായാലും അത് UDF-ൽ സീറ്റ് നിർണയ ചർച്ചകളിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം സീറ്റിന് വേണ്ടി പരസ്യമായ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്.